ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു ഗെറ്റ് റെഡി വീഡിയോയാണ്. നമുക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഒരുങ്ങാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോയാലോ? കമോൺ. സോ ഫസ്റ്റ് ഞാൻ ഫേസ് ഫുള്ള് ക്ലെൻസ് ചെയ്തിട്ട് തലയ്ക്ക് ഒരു സ്കാർഫ് കെട്ടി. പിന്നെ വന്നിട്ടുള്ളത് ഗാർണിയറിൻ്റെ ഷീറ്റ് മാസ്ക് ആണ്. അപ്പോൾ അത് നല്ലതാണ് യൂസ് ആക്കുന്നത് മേക്കപ്പ് മുന്നേ. അപ്പോൾ ഒരു 15 മിനിറ്റ് അത് ഫേസിൽ തന്നെ വെക്കണം. അപ്പോൾ നമുക്കിത് ഇട്ട് നോക്കാം. സോ ഞാൻ ഷീറ്റ് മാസ്ക് ഇട്ടു. അപ്പോൾ ഇതെൻ്റെ കറക്റ്റല്ല ഇട്ടത്, കറക്റ്റിനാണെന്ന് തോന്നുന്നു. എന്തോ ഒരു ഫില്ലാത്ത പോലെ. അപ്പോൾ ഒരു 15 മിനിറ്റ് വെക്കണം. അപ്പോൾ അത് ഞാൻ ഔട്ട്ഫിറ്റ് ഇട്ടു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ എന്നിട്ട് അപ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ബാക്കിയുള്ള സിറം നമ്മൾ ഫേസ് മൊത്തം മസാജ് ചെയ്യും. ഷീറ്റ് മാസ്ക് ഇട്ടുകൊണ്ട് മോയ്സ്ചറൈസ് ഞാൻ സ്കിപ്പാക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ കൺസീലറാണ്. അപ്പോൾ കണ്ണിൽ നല്ല ഡാർക്ക് ഉണ്ട്. കൺസീലർ നമ്മൾ ഫേസിൽ ഡാർക്കായ സ്ഥലം എവിടെയുണ്ടോ അവിടേക്ക് ഇട്ടെങ്കിൽ കുറച്ചും കൂടെ ഡാർക്കുള്ള നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഫൗണ്ടേഷൻ ഇടാം. ഞാൻ BB ഫൗണ്ടേഷനാണ് ഇടുന്നത്. ഇത് എവിടുന്ന് വാങ്ങിയതാണ് എനിക്കറിയില്ല. അങ്ങനെ ഡോട്ടായിട്ട് ഞാൻ ഫേസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ ഞാൻ ഈ ഫൗണ്ടേഷൻ ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്യാണ്. ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്തെങ്കിൽ ഫൗണ്ടേഷൻ ഫേസിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തും. അപ്പോൾ ഞാനൊരു ടാൽക്കം പൗഡറാണ് യൂസ് ആക്കുന്നത്. ബേബി ഹിമാലയൻ്റെ. ഇങ്ങനെ സ്റ്റുഡിയോന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് മേക്കപ്പൊക്കെ തുടച്ച് കളയാനൊക്കെ നല്ലതാണ്. സോ നമുക്കിനി ഹൈബ്രോ ഫില്ല് ചെയ്യാം. എനിക്ക് മിററിൽ നോക്കുമ്പോൾ ക്യാമറയിൽ നോക്കുമ്പോൾ എന്തോ കോസ് കണ്ട് മാതിരിയുണ്ട്. അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു മിറർ എടുത്തിട്ട് അതിൽ നോക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഐബ്രോ മുന്നത്തെ ഐബ്രോയിനെക്കാട്ടി നല്ലൊരു മാറ്റം വെച്ചിട്ട് ഞാനൊരു സിറമാണ് യൂസ് ആക്കിയത്. ഐബ്രോയിൽ തന്നെ നല്ല മാറ്റം ഉണ്ടായിരുന്നു. അത് വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഐബ്രോ അങ്ങനെ ഫില്ലാക്കി. ഇനി ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ച് കൊടുക്കണം. എന്നാലേ നല്ലൊരു പാങ്ങിൽ നിൽക്കും. ഇനി ലിപ്സ്റ്റിക്കാണ് ഇടേണ്ടത്. അപ്പോൾ സ്റ്റുഡിയോന്നാണ് ഈ ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങിയത്. ന്യൂഡ് ഷെയ്ഡാണ്. ഇനി ലിപ്പ് ലൈനറും കൂടി വരച്ച് കൊടുക്കും. ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് കുറേ നാൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഈ ലിപ്പ് ലൈനർ. അപ്പോൾ ഇത് ലിപ്പ് ഗ്ലോസ് ആണ് കേട്ടോ. ഇത് ഷൈനിങ് ആയിട്ട് ലിപ്പ് കാണണമെങ്കിൽ ഇത് യൂസ് ആക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഐലൈനർ ഇടാം. ഇത് ഏതോ ബ്രാൻഡിൻ്റെ ഐലൈനറാണ്. അപ്പോൾ എനിക്ക് മിറർ നോക്കി വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെറിയ മിറർ നോക്കിയിട്ടാണ് വരയ്ക്കുന്നത്. എങ്ങനെയുണ്ട്? മഞ്ചായില്ലേ? അപ്പോൾ ലിപ് ഗ്ലോസ് കുറച്ച് കൂടിപ്പോയെന്തോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ചാക്കി കൊടുക്കാം. ഞാൻ ഹൈലൈറ്ററായി യൂസ് ആക്കുന്നത് ഫേസ് സ്കാനിൻ്റെ സ്ട്രോപ്പ് ക്രീമാണ്. ഇത് അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് നമ്മളെ നോസിനും ചിന്നിനും ചീക്കിനും ഒക്കെ നല്ല ഇങ്ങനെ എന്താ പറയുക തിളങ്ങി നിൽക്കും. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഇതാണ്. മേക്കപ്പ് ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി മേക്കപ്പ് ഫിക്സർ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഫേസിൽ. സോ ഇനി ഹെയർ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ് എങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ ഇട്ടുണ്ടെന്ന്. അപ്പോൾ ഹെയർ പഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സെൻറ്റർ പഫൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്യാണ്. ഇനി നമുക്ക് ഗോൾഡ് ഓർണമെൻറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലൊക്കെയല്ലേ എൻ്റെ മംഗലം കഴിഞ്ഞത്. അപ്പോൾ നല്ല പാങ്ങി ഒരുങ്ങിയിട്ട് പോകണം എന്നാണ് എൻ്റെ ഉമ്മാൻ്റെ ഒരു ഇത്. അങ്ങനെ അതാണിങ്ങനെ ഹെവി ആയിട്ട് ഒരുങ്ങുന്നത് ഇഷ്ടമല്ല. ഒരു സിമ്പിളായിട്ട് ഒരുങ്ങുന്നത് എനിക്കിഷ്ടം. അങ്ങനെ ഓർണമെൻറ്റ്സ് എല്ലാം ഇട്ടിട്ടുണ്ട് ഒരു വിധം. അപ്പോൾ ഇനി നമുക്കിനി ഷാളൊന്ന് ഇട്ട് കൊടുക്കാം. ഫൈനലി ആയിട്ടുണ്ട് ഏകദേശം. എങ്ങനെയെങ്കിലും ഒന്ന് സ്പീഡാകുമ്പോൾ ഒരു മാതിരി എന്തോ മാതിരി. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എൻ്റെ ക്യാമറ അങ്ങനെ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ മനസ്സിലാവുന്നില്ല. അപ്പോൾ ടൈമായി ഗൈസ്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ബൈ. എൻ്റെ മംഗലം കഴിഞ്ഞാൽ അതേ ഓഡിറ്റോറിയത്താണ് കേട്ടോ ഈ മംഗലവും.
ഹസ്ബൻഡിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മാരേജ് ആണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എൻ്റെ ഫാമിലിയിലൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.